വളരെ വിചിത്രമായിട്ട് തോന്നിയ ഒരു കാര്യം, സാധാരണ എല്ലാ സർക്കാരിലും ആഭ്യന്തരമന്ത്രിക്കാണ് രണ്ടാം സ്ഥാനം മന്ത്രിസഭയിൽ. ഇവിടെ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മന്ത്രിസഭയിലെ രണ്ടാമൻ. സംസ്ഥാന ഭരണത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആഭ്യന്തരമന്ത്രിയാണ്. മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടിയേക്കാൾ മുൻപേ നിയമസഭയിലും മന്ത്രിസഭയിലും അംഗമായിട്ടുള്ള ഒരാളാണ് ശ്രീ രമേശ് ചെന്നിത്തല. അങ്ങനെയുള്ള ഒരാളെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയത് നൽകുന്ന സന്ദേശം അത് വളരെ ഗൗരവമുള്ള ഒരു സന്ദേശമാണ്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഏതാണ്ട് 3 ദിവസമെടുത്തു വകുപ്പ് വിഭജനം പൂർത്തിയാക്കാൻ. കേരളത്തിലെ മുൻകാലങ്ങളിലെ സർക്കാരുകളോ നരേന്ദ്രമോദി സർക്കാരിൽ മന്ത്രിയായിരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. വൈകുന്നേരം സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കിയതായിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ ശൈലി. ഇവിടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് വകുപ്പ് വിഭജനം പൂർത്തിയാക്കിയത്.